അപ്പോൾ ഇതേ കുറച്ച് നല്ല വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് രാജസ്ഥാനിലെ ഒരു വില്ലേജ് ആണ്. അപ്പൊ ഈ വില്ലേജ് കാണാൻ രാജസ്ഥാനിൽ അങ്ങ് എത്തണം എന്നില്ല, ഇതിവിടെ ബാംഗ്ലൂർ തന്നെയുണ്ട്. ഹെസറഘട്ട റോഡ് വഴി പോയി തിരുമലപ്പുര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. ഇതിന്റെ പേര് രാജസ്ഥാനി ധാനി ആൻഡ് റിസോർട്ട് എന്നാണ്. അപ്പൊ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിയും നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഗ്രാമത്തിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എത്തുന്ന സമയവും നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇവിടെ നമുക്ക് രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമം അവർ സെറ്റ് ചെയ്തേക്കാണ്. അതാണ് നമ്മൾ ഇതിന്റെ അകത്ത് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഇങ്ങനെ തിലകൊക്കെ ചാർത്തി ഒരു ദീദി നമുക്ക് ഇങ്ങനെ കുങ്കുമൊക്കെ തൊട്ട് വന്ന് പൂക്കളൊക്കെ മുകളിൽ പൂക്കളൊക്കെ വരുന്നുണ്ടായിരുന്നില്ലേ, നമ്മൾ അങ്ങനെ വെൽക്കം ചെയ്ത് നമ്മൾ എന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. നമ്മൾ കയറി പൈസയൊക്കെ പേ ചെയ്തതിന് ശേഷമാണ് അകത്ത് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പാണ് കാണാനായിട്ട് കഴിയുന്നത്. അവര് ഇങ്ങനെ ഒരു കുതിരയുടെ ഷേപ്പിൽ ഒരു സാധനം നിങ്ങൾക്ക് കാണാം ഇവിടെ. അദ്ദേഹം അവിടെ നിന്ന് ആ ഒരു ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ കൊട്ടുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്കും കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യാം. നല്ല രസമായിട്ടോ, അതിന്റെ ബീറ്റ് കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾ 2 ഫാമിലിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളും അവരും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ഇതിന്റെ അകത്തേക്ക് പോവാണ്. അകത്ത് കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാളേനെ കാണാം. പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് കയറുന്ന സമയത്തിന് ശരിക്കും ഒരു ഗ്രാമത്തില് കയറിയ ഒരു ഫീല് തന്നെയാണ്. ഇവിടെ നിന്ന് ഒരുപാട് ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ മുക്കിലും മൂലയിലും അവരുടെ ഈ ചുവരെടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു ദേശത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഭംഗിയും അവർക്ക് ആ ചുവരിൽ പകർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുപയോഗിച്ച കളറാവട്ടെ, അവർ വരച്ചേക്കുന്ന ഡിസൈൻ ആവട്ടെ, പാറ്റേൺ ആവട്ടെ, ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ ഓരോ ഭാഗവും എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ കയറിയ ഉടനെ നമുക്ക് ഇതേപോലെ ഒരു ഡ്രിങ്ക് അവർ തരും. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, കാരണം മധുരവും പുളിയും ഉപ്പും ഒക്കെ കലർന്നതാണ്. നമ്മൾ ആദ്യം സിപ്പ് എടുക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യം ഇഷ്ടമായില്ല, ഞാൻ ഇത് കഴിക്കുന്നതെന്ന് വിചാരിച്ചതാ. പക്ഷെ നമ്മളത് ഇറക്കിയതിന് ശേഷമാണ് അതിന്റെ ഒരു രുചി എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനത് വീണ്ടും വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിന് കൂടെ ഞങ്ങൾക്ക് ചായ തന്നു. അതിനുശേഷം നമുക്ക് കച്ചോടി കൂടെ കിട്ടി. അതൊരു തരം പലഹാരമാണ്. അതിന്റെ അകത്ത് കറിയൊക്കെ ഒഴിച്ചിട്ടാണ് അവർ തരുന്നത്. അതും നല്ല രസമായിരുന്നു. അപ്പൊ ഇവിടെ ഫുഡൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മൾ ആദ്യം തന്നെ പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കുക കേട്ടോ. നമ്മൾ കയറുന്ന സമയത്ത് അവരൊരു സ്റ്റിക്കർ തരും. ആ സ്റ്റിക്കറിൽ ഇങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവർ ആ സ്റ്റിക്കർ പിൻ ചെയ്യും. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അതായിരുന്നു, ആ ആക്ടിവിറ്റി ഏരിയ ആയിരുന്നു. അവിടെ കുറെ നേരം അവൾ ചെലവഴിച്ചു. പിന്നെ കുറച്ചു നേരം വരെ ഞങ്ങൾ അവരുടെ പാവകളി ഒക്കെ കണ്ട് ആസ്വദിച്ചു. അങ്ങനെ അതിനുശേഷം ഞങ്ങളിത് ഇങ്ങനെ ഓരോ ഏരിയ കവർ ചെയ്യാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൈരേഖക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ പോയി അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് കൈരേഖാ ശാസ്ത്രമൊക്കെ കേട്ടിരുന്നു. എനിക്ക് വീണ്ടും പറയാതെ നിർവാഹമില്ല, എനിക്ക് ഇതിന്റെ ആ ഒരു സെറ്റപ്പ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. മെയിനായിട്ട് ആ ഒരു വീടിന്റെ നിർമ്മിതി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഓരോ ചുവരും എന്തൊരു ഭംഗിയായിട്ടാ. ശരിക്കും നമ്മൾ അവിടെയുള്ളൊരു ഗ്രാമത്തിൽ എത്തിയ അതേ ഒരു ഫീലായിരുന്നു. ഒട്ടകങ്ങളില്ലാതെ പിന്നെ എന്ത് രാജസ്ഥാനാണല്ലേ. അപ്പോൾ അടുത്ത നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം ഈ ഒട്ടക സവാരി ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ കയറാൻ നിന്നില്ല, അവിടെ ഏട്ടനും പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒട്ടക സവാരിയൊക്കെ നടത്തിയതിന് ശേഷം അവിടെ കണ്ട ഓരോന്നെടുത്ത് ഇങ്ങനെ പരീക്ഷിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അമ്മയെ നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. രേവമോൾ ആ ഒരു ഏരിയ വിട്ട് വരാൻ തയ്യാറായിട്ടേ ഇല്ല. പോയത് മുഴുവൻ എത്രയോ സമയം അവള് അവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഞാനിത് ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്രതിമകളൊക്കെ നോക്കിക്ക് എന്ത് രസമാണല്ലേ. ശരിക്കും ആ രാജസ്ഥാനി ടിപ്പിക്കൽ വേഷം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ ശരിക്കും കുറെ രാജസ്ഥാനി ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് വഴിയെ കാണാം. അങ്ങനെ അതിനുശേഷം നമ്മൾ പോകുന്നത് ഈ ചെറിയ നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ കളിമണ്ണ് കൊണ്ട്, അത് കാണാനായിട്ടായിരുന്നു.
എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, അയ്യോ അത് ഒന്ന് നേരിട്ട് കാണാൻ, അതൊന്ന് തൊട്ടറിയാനൊക്കെ. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. മോളുടെ എക്സൈറ്റ്മെന്റ് പറയാതിരിക്കാൻ വയ്യ. അവൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അദ്ദേഹം അത് ഉണ്ടാക്കി അതിന്റെ ആ ഒരു ഷേപ്പിലേക്ക് എത്തി അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവളുടെ ഒരു സന്തോഷവും ഒരു അത്ഭുതമൊക്കെ കാണണമായിരുന്നു. നല്ല രസമാണ്. അവൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും അതെ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ പുതിയ തലമുറക്കാർക്കും കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇതേപ്പറ്റിയൊന്നും യാതൊരു ഐഡിയ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വളർന്നു വരുന്ന കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊക്കെ ശരിക്കും ഒരു കൗതുകം നിറയ്ക്കുന്ന കാര്യമാണ്. കൂടുതൽ മറ്റുള്ള സംസ്കാരങ്ങളെ കുറിച്ച് അവരുടെ ജീവിത രീതിയെ കുറിച്ചൊക്കെ അവർക്ക് അറിയാൻ കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും ഒഴിവാക്കേണ്ടതില്ലല്ലോ. അവൾക്കത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ അവൾ അതും പിടിച്ചായിരുന്നു കുറേ നേരം വരെ നടന്നുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ കുറെ വീഡിയോ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മെയിനായിട്ട് എനിക്ക് ഇവിടെ വരാൻ തോന്നിയ ഒരു കാരണവും ഇത് തന്നെയാണ്. മോൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. ഇത്രയേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് അവരും അറിയണ്ടേ. ആ വൈവിധ്യങ്ങളുടെ ഏറെക്കുറെ ഭംഗിയൊക്കെ എനിക്കും ആസ്വദിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഒട്ടക സവാരിയൊക്കെ നടത്തി. ഞാൻ കയറി ഒരു 2 സ്റ്റെപ്പ് നടന്നതിന് ശേഷം ഞാൻ കരുതി ഞാൻ ഇപ്പൊ വീഴുമെന്ന്. അത്ര പേടിച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷെ പിന്നീട് കുഴപ്പമില്ല. പിന്നെ ഇത് കാണുന്നത് പണ്ട് നമ്മൾ ഈ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പൊ ആ ഒരു ഡിസൈനിലാണ് അവരത് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ മോളും ഞാനും ഒക്കെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കുറച്ച് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങള് ഈ പ്രതിമകൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാനായിട്ട് കഴിയും കേട്ടോ. ഇത് അവിടെയുള്ള ഒരു ഗ്രാമീണ കർഷകന്റെ പ്രതിമയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അടുത്തൊരു വെള്ളച്ചാട്ടം പോലെ ഒരു ഡിസൈൻ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ പോയി കുറച്ചു നേരം അവിടെ നിന്നും കളിച്ചു. മോൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇവിടുത്തെ റാന്തലാണ്, ആ വിളക്കാണ് കേട്ടോ. അതാണ് രാത്രി ഇവിടെയുള്ള മെയിൻ അതിന്റെ ഒരു അട്രാക്ഷൻ കൊണ്ടുവരുന്ന ഒരു സാധനം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സമയം വൈകുന്നതിനനുസരിച്ച് അവരത് തെളിയിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ടത് പരമ്പരാഗത രീതിയിൽ ധാന്യങ്ങളൊക്കെ പൊടിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അതിനുശേഷം ഇവിടെ ആ ദീദി ഇപ്പൊ ഉണ്ടാക്കുന്നത് ലസ്സിയാണ്. പാല് കടഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എനിക്കും അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നു. നമുക്കും ഡയറക്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ അവിടെ പറ്റും. അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രഷ് ലസ്സിയൊക്കെ കുടിച്ചു. ഇതവരുടെ നൃത്തരൂപമാണ്. അവരുടെ തനത് വേഷത്തില് പരമ്പരാഗതമായിട്ടുള്ള വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു നൃത്തരൂപം. ആ മോൻ വന്നിട്ട് എന്നെ ഡാൻസ് ചെയ്യാൻ വിളിച്ചു. അങ്ങനെ ഞാനും മോളും ഒക്കെ പോയി ആ പാട്ടിന് ചുവട് വെച്ചു കേട്ടോ. ഇങ്ങനെ കിട്ടുന്ന ഓരോ കുഞ്ഞു നിമിഷങ്ങളും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കും അല്ലേ. അങ്ങനെ അതിനുശേഷം മോള് കുറച്ചു നേരം അവളുടെ പ്രധാന വിനോദത്തിൽ അവൾ ഏർപ്പെട്ടു. അവിടെ കുറെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അവളും കുറെ നേരം വരെ കളിച്ചു. അതിനുശേഷം നമ്മളിപ്പോ കാണുന്നത് രാജസ്ഥാനി ഒരു ടിപ്പിക്കൽ എന്താ പറയാ ഒരു കിച്ചണാണ്, അടുക്കളയാണ്. ഇത് അവര് യൂസ് ചെയ്തേക്കുന്നത് ബജ്ര എന്ന് പറയുന്ന പൊടിയാണ് കേട്ടോ. ആ ധാന്യത്തിന്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കളർഫുൾ ആയിട്ട് കാണുന്നതൊക്കെ ചട്നിയാണ്. അതിന്റെ കൂടെ ജാഗരി, നമ്മുടെ ശർക്കരയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവര് അതിന്റെ സൈഡ് ഡിഷ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് കാണാൻ പോകുമ്പോൾ നമുക്കും വേണമെങ്കിൽ അവരുടെ കൂടെ പങ്കുചേരാം കേട്ടോ. കൈയൊക്കെ കഴുകിയിട്ട് അവരുടെ കൂടെ പോയിട്ട് നമുക്കത് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അവിടെ ഓൾറെഡി ഒരു ചേച്ചി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ബയ്യയുടെ അടുത്ത് പോയിരുന്നിട്ട് നമ്മുടെ ഈ ബജ്ര റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചു. കാണുന്ന പോലെയല്ല, നല്ല ചൂടാണ് കേട്ടോ. ആ ചൂടിന്റെ അടുത്താണ് ഈ പാവങ്ങൾ ഇത്ര നേരം ചെലവഴിച്ചുണ്ടാക്കുന്നത്. അവരുടെ ഗ്രാമത്തിൽ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്പീഡൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സ്പീഡിലാണ് അവർ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എത്രയോ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നമ്മൾ പൊതുവെ റൊട്ടിയൊന്നും നമ്മൾ ഈ ശർക്കരയുടെ കൂടെയൊന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. എത്ര ഭംഗിയിൽ എത്ര നീറ്റായിട്ടാണ് അവർ ഈ ചുവരൊക്കെ അലങ്കരിച്ച് വെച്ചേക്കുന്നത് നോക്ക്. എന്തൊരു രസമാണ് കാണാനായിട്ട്. ശരിക്കും കണ്ണെടുക്കാനേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ആ ഡിസൈൻ പാറ്റേൺ ഗ്രാമത്തിലൊരു വീട് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ശരിക്കും അവർ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. ഒരു സ്നേഹത്തിന്റെ നിമിഷം അവിടെ കണ്ടു. മോൻ അവന് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. അവന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവന് കൊണ്ടു കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇത് നമ്മൾ ഈ കാണുന്നത് ഹുക്കയാണ് കേട്ടോ. ഈ രാജസ്ഥാനില് എല്ലാവരുടെയും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹുക്ക എന്ന് പറയുന്നത്. ഇവർ അതിന്റെ അകത്ത് പുകയിലയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പൊ വരുന്നവർക്ക് അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള എന്തോ ആണ് അവർ ഇട്ടേക്കുന്നത്. ഈ പുകയിലൊന്നുമല്ല. ഞാൻ പോയി ആദ്യം ഒന്ന് ആഞ്ഞു വലിച്ചു, അതിന്റെ പണി എനിക്ക് കിട്ടി. പക്ഷെ എന്നിരുന്നാലും കൊള്ളാം. അപ്പൊ ഈ രാജസ്ഥാനി ഗ്രാമങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹുക്ക വലിക്കുന്നത്. അവിടെയുള്ള ഈ പ്രായമായവരും ഒക്കെ കൂട്ടം കൂടി ഇരുന്നിട്ട് ഒരാൾ വലിക്കും, അതിനുശേഷം മറ്റേയാൾക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇവർ ഈ ഹുക്ക യൂസ് ചെയ്യുന്നത്. അപ്പൊ അതേക്കുറിച്ചൊരു ഏകദേശ ഐഡിയ അത് യൂസ് ചെയ്തപ്പോ കിട്ടി. അങ്ങനെ അമ്മ അവിടെയുള്ള മോന്റെ ആ ഡാൻസ് ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ആ പാട്ടും ആ ചുവടുകളൊക്കെ ആർക്കായാലും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ഒരു ഭംഗിയുള്ള ഒരു നൃത്തരൂപമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ ആ ദീദിയുടെ പാട്ടും ആ ഉപയോഗിച്ച ഉപകരണങ്ങളാവട്ടെ ഒക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയിതേ ആ ദീദിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ വീണ്ടും ലസ്സി കഴിച്ചു. അതിനുശേഷം ഞങ്ങളതേ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ശരിക്കുള്ള രാജസ്ഥാനിക്കാര് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലൊരു പ്രായമുള്ള ഒരു അമ്മയാണ്. കൈ നിറയെ ഇങ്ങനെ വളകൾ പോലെയുള്ള ഒരു വെളുത്ത സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, എന്റെ അടുത്തൊരു ഫോട്ടോയ്ക്ക് നിൽക്കുമെന്ന്. പൊതുവേ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ മടിയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ചിരിച്ചുകൊണ്ട് ആള് അങ്ങോട്ട് പോയി. ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു ഭംഗി എനിക്ക് അപ്പൊ കിട്ടാത്തതുപോലെ, അതാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പൊ സമയം അത്യാവശ്യം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ ഈ റാന്തൽ വിളക്കുകൾ കാണാനായിട്ട് കഴിയും. ശരിക്കും ഈ വിളക്കുകൾ കൂടി വന്നപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി പൂർണ്ണമായത് കേട്ടോ. ആദ്യം നമ്മൾ ആ ലൈറ്റിലായിരുന്നപ്പോഴേ ഭംഗിയില്ലായിരുന്നു എന്നല്ല, പക്ഷെ ഈ റാന്തൽ വിളക്കൂടെ ആയപ്പോഴേ കണ്ടില്ല ആ വ്യൂ ഒക്കെ എന്ത് രസമാണ് അല്ലെ. ആ കാളക്കുട്ടനും പിന്നെ ഇപ്പുറത്തെ ഈ റാന്തൽ വിളക്കും അതിന്റെ പുറകില് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുഞ്ഞു വീടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞാനവിടെ അങ്ങനെ ആ ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പം ഇവിടെ എന്റെ മകളും ഏട്ടനും കൂടെ ഈ ആക്ടിവിറ്റി ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ കണ്ട ഓരോ കാഴ്ചയും എന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തിയിട്ടുള്ള, എനിക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ സമ്മാനിച്ച ഒരു കാര്യമായിരുന്നു. ഇതൊരു സെറ്റ് ഇട്ടാണെങ്കിൽ കൂടെ, ഒരു വില്ലേജ് അവർ ഉണ്ടാക്കിയെടുത്തതാണെങ്കിൽ കൂടെ ആ ഒരു പൂർണ്ണത അവർക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു. ഈ ദീദിമാരുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ ചെലവഴിച്ചു. ഞങ്ങള് വൈകുന്നേരം 3 മണിക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 3 മണിക്കാണ് ഇവിടെ ഷോ തുടങ്ങുക. അതിനുശേഷം 3 മണി മുതൽ 11 മണി വരെ ഉണ്ടാവുക. അപ്പൊ ഒരു ഭാഗത്ത് ഇങ്ങനെ മെഹന്തി ഇടുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവള് പോയി മെഹന്തി ഒക്കെ ഇട്ടു. അപ്പൊ ഈ 3 മണി മുതൽ ഇത്രയും സമയം ഞങ്ങൾ നിന്നിട്ട് ഒരു തരത്തിലും ഞങ്ങൾക്കൊരു ബോറടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു, സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മസാജ് സെന്റർ ആണ്. അപ്പൊ ഈ ഭയ്യ ഏട്ടന് മസാജ് ഒക്കെ ചെയ്തു കൊടുത്തു. ഇത് മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ്. ആ ദീദിമാർ ഇപ്പോഴും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് മുകളിലെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ. ഒരു ഹോള് പോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തുറസായ സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് സമയമൊക്കെ ചെലവഴിക്കാം. എല്ലായിടവും അവർ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ഗ്രാമത്തിന്റെ ഭംഗി ഒന്നുകൂടെ എടുത്തു കാണിക്കുന്നത് പോലെ തോന്നി എനിക്ക് മുകളിൽ നിന്ന് താഴോട്ട് ഈ റാന്തൽ വിളക്കിന്റെ സഹായത്തോടെ നോക്കുമ്പോൾ. ഇപ്പൊ കുറെ ആക്ടിവിറ്റി ഏരിയ ഒക്കെ വളരെ ശൂന്യമാണ്. കാരണം തിരക്കൊക്കെ അത്യാവശ്യം ഒഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ പോകുന്നവരുണ്ട്. എന്നാൽ പലരും ഇപ്പോഴും അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നവരുമുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിനി പോകുന്നത് ഇവിടെയുള്ള ഫുഡ് കഴിക്കാനാണ്. അപ്പൊ ഭക്ഷണശാല ഇവര് സെറ്റ് ചെയ്തേക്കുന്നതും ആ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ്. അവിടെ സെർവ് ചെയ്യാൻ നിൽക്കുന്ന ചേട്ടന്മാരായിക്കോട്ടെ എല്ലാവരും ആ തനത് വേഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെയുള്ള ഇരിപ്പിടം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. നമുക്ക് താഴെ ഇരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതൊക്കെ അവർ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ അലങ്കാരത്തിന് യാതൊരു കുറവില്ല കേട്ടോ. ഈ മുകൾ ഭാഗമൊക്കെ കണ്ടില്ലേ, എത്ര ഭംഗിയാക്കി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ലൈറ്റ് കൂടാതെ കളേഴ്സ് ആയിക്കോട്ടെ, അവർ യൂസ് ചെയ്ത കളേഴ്സ് ആയാലും ഒക്കെ നല്ല നമ്മുടെ കണ്ണുകളെ ഒരുപാട് ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഇരിപ്പിടമൊക്കെ ഉറപ്പാക്കി ഞങ്ങൾ ഇരുന്നു.
ആദ്യം തന്നെ നമുക്കിതേ പ്ലേറ്റ് കൊണ്ടുതന്നുണ്ട്. പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബൗൾസ് കൊണ്ടുതന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു എന്തിനാ ഇത്രമാത്രം ബൗൾസ് എന്ന്. അപ്പൊ പിന്നീടാണ് മനസ്സിലാവുന്നത്, കാരണം അത്തരത്തിൽ ഇവർ കുറെ കറികൾ സെർവ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പൊക്കെ തുടങ്ങി. എന്തായാലും ഒരു വെറൈറ്റി ഭക്ഷണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ അതെന്താണ് എങ്ങനെയാണ് എന്നറിയാനുള്ള ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങളുടെ ഭക്ഷണം വന്നു തുടങ്ങി. ആദ്യം 2 അച്ചാറാണ് കേട്ടോ. ഒന്ന് മാങ്ങയച്ചാറാണ്, എന്നൊരു സംഗ്രി എന്ന് പറയുന്നൊരു പച്ചക്കറി കൊണ്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നിയില്ല, പക്ഷെ മാങ്ങയച്ചാർ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ അവലോസ് പൊടി പോലത്തെ ഒരു സാധനം വന്നു, ചൂർമാനാണ് കേട്ടോ അതിന്റെ പേര്. പിന്നെ ശർക്കരയും തേങ്ങയും അരിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു പലഹാരമായിരുന്നു. അത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് ഞാൻ പിന്നെ വാങ്ങി കഴിച്ചു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ഉണ്ട പോലെയുള്ള ഒരു സാധനമാണ് തന്നത്. അതിന്റെ പേര് ഭാട്ടി എന്നാണ്. അത് ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനമാണ്. നമ്മുടെ ഈ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് ഫ്രൈ ചെയ്തെടുത്ത് എങ്ങനെ ഉണ്ടാവും, ഏകദേശം അതുപോലെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് സാലഡ് കൊണ്ട് തന്നു. പിന്നെ അവര് ബൗളിൽ തന്ന കറികൾ, ഇതിപ്പം നമ്മൾ കാണുന്നത് കടലമാവ് കൊണ്ടുണ്ടാക്കി ഉരുളൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ട് അത് തൈരിലൊക്കെ ഇട്ട് വരുന്നൊരു കറിയാണ്. ഇത് നമ്മുടെ പനീർ മട്ടർ പനീർ മസാലയാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഒരു ഉള്ളിക്കറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെള്ള കളറിൽ കാണുന്നത് ദഹി ബൂന്തിയാണ്, അതായത് തൈരില് ബൂന്തിയൊക്കെ ഇട്ടിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് ചപ്പാത്തി കൊണ്ട് തന്നു. ഒക്കെ നെയ്യിലാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പൊ നെയ്യുടെ അളവൊക്കെ വളരെ കൂടുതലാണ്. ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും അത്രത്തോളം നെയ്യ് അങ്ങനെ ഉപയോഗത്തിൽ വരാറില്ല, പക്ഷെ ഇവിടെ നെയ്യ് ഇല്ലാതെ പറ്റില്ല ഇവർക്ക് ഒരു ഡിഷും. അതുപോലെ ചപ്പാത്തി കൂടാതെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ബജ്ര പൊടി കൊണ്ടുള്ള റൊട്ടി കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ പപ്പടമാണ് കേട്ടോ ഞാനിപ്പോ ഈ കാണിച്ചത്. എന്തായാലും ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. അതിൽ ചില കറികളൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ തന്ന കറികളും എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ രുചി നമ്മൾ അറിയണമല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ആ ഹാളിന്റെ അകത്തുനിന്ന് ഞങ്ങൾക്കൊരു ഭയ്യ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. വരാൻ നേരം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മധുര പലഹാരം ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് പാർസലും ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അവസാനം ഇവർ കുറച്ച് ചോറും നമുക്ക് കൊണ്ടുതരും കേട്ടോ. ഇവിടെ അങ്ങനെ ചോറൊന്നും അധികം പോവില്ല. എന്തായാലും അവരുടെ റൊട്ടിയൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് വീർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ചോറൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങളിതേ പുറത്തിറങ്ങി. ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ വരച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, വാഷ്റൂമിന്റെ ചുവരടക്കം ഇതുപോലെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പെയിന്റിങ്സ് ഒക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിച്ചു. ചില ഏരിയയിലൊന്നും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി. ഇത് അവിടെ പരിചയപ്പെട്ടൊരു മോനാണ് കേട്ടോ. ഇവന് സ്കൂളിൽ പോകാനൊക്കെ നല്ല ഇഷ്ടമുണ്ട്, പക്ഷേ വീട്ടിലെ പരിവട്ടവും പട്ടിണിയും ഒക്കെ കാരണമാണ് ഈ കുഞ്ഞു പ്രായത്തിലെ ഇങ്ങനെ നാടൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നിങ്ങനെ ജോലി എടുക്കേണ്ടി വരുന്നത്. ഇവിടെ ഇതുപോലെ ഒരുപാട് ഫാമിലി ഇങ്ങനെ വന്ന് ജോലി എടുക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ കാണാത്ത അറിയാത്ത പല ഭാവഭേദങ്ങൾ ശരിക്കും നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. അപ്പൊ വന്നു കഴിയുമ്പോൾ നമുക്ക് ആസ്വദിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയും കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഈ ദിവസം വളരെ മനോഹരമായിരുന്നു. അവൾക്ക് ആദ്യം ഈ ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത ആ ചെറിയ പോട്ട് അവളെവിടെയോ കൊണ്ടുപോയി മിസ്സാക്കി. അങ്ങനെ വീണ്ടും വന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ പിന്നെ പോകുന്നതിന് മുൻപ് ഞങ്ങൾ കുതിരസവാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അതുകൂടെ ചെയ്തിട്ട് പോവാന്ന് കരുതി. അങ്ങനെ ഞങ്ങളിത് കുതിരപ്പുറത്തൊക്കെ കയറി. ഇനി രാജസ്ഥാൻ വരെ പോയി അവരുടെ ജീവിത രീതിയൊക്കെ അറിയാൻ കഴിയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ കൺമുന്നിൽ കിട്ടുന്ന ഒരു അവസരം എന്തായാലും യൂസ്ഫുൾ ആക്കി. ഒരുപാട് സന്തോഷം. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ കുറച്ച് സമയം നമുക്ക് വളരെ സന്തോഷമായിട്ട് ചെലവഴിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പെർ ഹെഡിന് ഇവർ 1500 രൂപയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മൾ പോയതേ അറിഞ്ഞില്ല. കുറേ മണിക്കൂറുകൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തു. കൂടാതെ ഇവിടെ ഒരുപാട് ജീവനക്കാരും ഉണ്ട്, അതുകൊണ്ടാവാം ഒരുപക്ഷെ പൈസ ഇത്തിരി വർദ്ധിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ വരുള്ളൂ. അപ്പോൾ വന്ന് നമ്മൾ എന്തായാലും ഒരുപാട് സന്തോഷമായി. ഇതോടെ ഡാൻസ് ചെയ്യുന്ന ഒരു ദീദിയാണ് കേട്ടോ, ആ ദീദിയുടെ മോളാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് അവരുടെ കൂടെയൊക്കെ പരിചയപ്പെട്ടു. നല്ല മോള് കേട്ടോ, കുഞ്ഞു കുട്ടി. അവളുടെ പേര് പായൽ എന്നാണ്. അങ്ങനെ ഞങ്ങൾ നിന്ന് അവളുടെ കൂടെ വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോസ് ഒക്കെ എടുത്തു. എനിക്ക് കുറെ ഉമ്മയൊക്കെ തന്നു. അപ്പൊ എന്തായാലും ഒരുപാട് ഇഷ്ടമായി, നല്ലൊരു ദിവസമായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ കാർഡ്സ്. അപ്പൊ ഈ കാർഡ് നമുക്ക് തരുമ്പോഴാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. എന്നിട്ട് ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോൾ നമുക്ക് അത് പഞ്ച് ചെയ്ത് തരിക ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ശാന്തമായിട്ടുണ്ട് സ്ഥലം. എല്ലാവരും ഇങ്ങനെ കുറെ പേര് പോയിട്ടുണ്ട്, കുറെ പേര് ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ മോൾക്ക് വീണ്ടും ഈ പാവകളി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരുന്നു, കുറച്ചു നേരം കൂടെ കണ്ടു. എനിക്ക് ഈ പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂടെ അതിന്റെ ഡ്രസ്സിങ്ങും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ആ സെയിം പാട്ടാണ് അവർ ഇതിനും പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ പാട്ടും കേട്ട് കുറച്ചു നേരം ഇരുന്നു. ഇത് കാണാൻ കുറേ കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞുകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു.
അപ്പൊ നമുക്കൊക്കെ ആകെയുള്ള ഒരു കുഞ്ഞു ജീവിതമല്ലേ അല്ലെ? അപ്പൊ നമുക്ക് അതിൽ കിട്ടുന്ന സമയം, സന്തോഷിക്കാൻ കിട്ടുന്ന സമയം നമ്മളത് ഉപയോഗിക്കുക. അപ്പൊ എന്തായാലും എന്റെ ഈ കുഞ്ഞു സന്തോഷം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളും ഹാപ്പിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഒരു ചെറിയ സന്തോഷം കിട്ടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും നല്ല കൂളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്നെ അറിയിക്കണം, കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തണം. അപ്പൊ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.